ഈ വാർത്താ പകൽ മുഴുവൻ നമ്മൾ സംസാരിച്ച ഏറ്റവും വലിയ വാർത്ത ജി സുധാകരന്റെ വാർത്താ സമ്മേളനവും അതിനെ തുടർന്നുണ്ടായ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണങ്ങളും ഒക്കെ തന്നെയായിരുന്നു. 6 പതിറ്റാണ്ടിന്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ച ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരില്ല, ആരെങ്കിലും പിന്തുണച്ചാൽ സ്വീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് സുധാകരൻ പറഞ്ഞു. ഇളമരം കരീമിനും സജി ചെറിയാനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ന് സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. സഹോദരൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തിൽ പുതുവ്യാഖ്യാനവും നടത്തി സുധാകരൻ ഇന്ന്. ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. 6 പതിറ്റാണ്ട് നീണ്ട CPM ബന്ധത്തിന് അന്ത്യം. അനിയന്റെ രക്തസാക്ഷിത്വവും അടിയന്തരാവസ്ഥയിലെ പോരാട്ടവും പറഞ്ഞ ജി സുധാകരൻ പാർട്ടിയോട് സലാം പറഞ്ഞു. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെങ്കിലും ആരുടെയും പിന്തുണ ചോദിക്കില്ല. ഏതെങ്കിലും പാർട്ടിയിൽ ചേരില്ല. ആരെങ്കിലും പിന്തുണച്ചാൽ സ്വീകരിക്കണോ എന്ന് ആലോചിക്കും. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ, ഒരാളുടെയും സ്ഥാനാർത്ഥികളെ സ്വതന്ത്രമാണ്. CPM-ൽ അപജയമെന്ന വിമർശനം ഉന്നയിച്ചാണ് വിട പറച്ചിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ലെന്ന് ആരോപിച്ച തന്നെ പുറത്താക്കാൻ എളമനം കരീം കള്ള റിപ്പോർട്ട് നൽകി. കരീമിക്ക എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചിട്ടും ഇതേ എളമനം കരീം കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ തോറ്റില്ലേ എന്ന് സുധാകരൻ ചോദിച്ചു. ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചാൽ ഒന്നും ചെയ്തില്ല. റിപ്പോർട്ട് എഴുതി വെക്കുക. 22 കുറ്റം എന്താണാവും? അദ്ദേഹം അവിടെ തറവിട്ടത് അവരുടെ പാർലമെന്റിൽ 1.5 ലക്ഷത്തിന്. അപ്പം അതിൽ കാരണക്കാരാ രാജ്യസഭയിൽ 6 വർഷം കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയതുകൊണ്ട് അപ്പോഴത്തേക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ്. കരീം കാ ഇത് പോസ്റ്ററിൽ അടിച്ചിറങ്ങി. ആരുടെ മതം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അവിടെ വളരെ സെക്യുലറായ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ ആ തരത്തിലാണ് കരീമിൻ്റെ റിപ്പോർട്ട്. എന്നെ പുറത്താക്കായിരുന്നു ലക്ഷ്യം. നടന്നില്ല എന്തായാലും. പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചെങ്കിലും പാർട്ടി ആദർശം ഉപേക്ഷിക്കില്ല. പിണറായി വിജയനോട് എതിർപ്പില്ലെങ്കിലും 3ാം പിണറായി സർക്കാരിനോട് യോജിപ്പില്ല. CPM-ൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ പിടിമുറുക്കുന്നു എന്നാരോപിച്ച ജി സുധാകരൻ മന്ത്രി സജി ചെറിയാനെതിരെ നിശിത വിമർശനം ഉന്നയിച്ചു. ആ പാർലമെന്റ് ഡെമോക്രസി നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഗവൺമെൻറ് എനിക്ക് വിമർശിക്കാം. പക്ഷേ ഭരണഘടനാപരമായ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് വേണം. ഭരണഘടനയിലെ ജനാധിപത്യ അവകാശം, ആ ഭരണഘടനയാണ് ഈ ജനാധിപത്യ അവകാശം നൽകിയിരിക്കുന്നത്. അതിനെ മാനിക്കണം. അതിനെ വിമർശിക്കാം. ഉദ്ധവ് മുടച്ചക്കറൊന്നും പറയണം, അത് വിമർശനമല്ല. വിമർശിക്കാം, തിരുത്താം, ഭേദഗതി ചെയ്യിക്കാം. ചെയ്യിച്ചിട്ടുണ്ടല്ലോ. സഹോദരൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഇന്നോളം പറഞ്ഞതിൽ നിന്ന് ജി സുധാകരൻ വ്യതിചലിച്ചു. 4 മാസം മുമ്പ് ഭുവനേശ്വരനെ കൊന്നത് KSU പ്രവർത്തകരാണെന്ന് പറഞ്ഞ സുധാകരൻ ഇന്നത് DSU പ്രവർത്തകരാണെന്ന് തിരുത്തി. പന്തളത്തെ നായർ പ്രമാണിമാരുണ്ടാക്കിയ ഒരു സംഘടനയുണ്ട്, DSU. ഇന്നത്തെ NDP-യുടെ വിദ്യാർത്ഥി സംഘടന. അവരാണ് മുമ്പിൽ, മറ്റൊരു പുറകിലാണ്. ചന്തപ്പം തന്നെ സൈക്കിൾ ചെയ്ത് കടന്നു കൂട്ടിപ്പോയി. ഇത് കണ്ണു കാണത്തില്ല. ശരി, അന്നത്തെ കുറേ ഗുണ്ടാപ്പിള്ളേരല്ല ആ പാർട്ടിയിലൊക്കെ. NSS-ൻ്റെ ആ പ്രദേശത്തെ കുറേ നായർ പ്രമാണിമാരുടെ മക്കളാണ് മുമ്പന്തേനുണ്ടായിരുന്നത്. ഒരുത്തൻ ഇപ്പോഴും സമുദായ നേതാവാണ്. ഭുവനേശ്വരൻ ആശുപത്രിയിൽ മരിച്ചപ്പോൾ ഉണ്ടായത് താൻ മാത്രമാണ്. കേസ് നടത്തിയത് തന്റെ പറമ്പിലെ ആഞ്ഞിലിത്തടി വെട്ടിയാണ്. ആരും സഹായിച്ചില്ല. ആ കേസ് നടത്തി ഒരു പൈസ ആരും തന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവിടെ വലിയ ആഞ്ഞലി നിൽപ്പുണ്ടായിരുന്നു. ആഞ്ഞലി വെട്ടി വിറ്റാണ് കേസ് നടത്തിയത്. ഒരു പൈസ ആരും തന്നില്ല. ഒരു പരാതി പറയാൻ പോയില്ലല്ലോ. ഇന്നലെ രാത്രി കൂടി CPM നേതാക്കൾ നേരിട്ടെത്തി നടത്തിയ അനുനയ ശ്രമം തള്ളിയാണ് ജി സുധാകരൻ പാർട്ടിയെ കൈവിട്ട സ്വതന്ത്രനായത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.